അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ടത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. കാരണം ഇതിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഏക വ്യക്തിയാണ് അജിത് കുമാർ. എല്ലാ വിധത്തിലും എല്ലാ കേസുകളും മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത് അജിത് കുമാറാണ്. അപ്പൊ അജിത് കുമാറിനെ പിണക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ അൻവറിനെ പോലും പിണക്കിക്കൊണ്ട് തള്ളി പറഞ്ഞുകൊണ്ട് ഈ രീതിയിലെടുത്തത്. ഇപ്പൊ ഈ കടമ്പ കടന്നിരിക്കുകയാണ് അജിത് കുമാർ. അതായത് അനധികൃത സ്വത്ത് സംഭാവന കേസിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ പോലീസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. അതായത് മുഖ്യമന്ത്രിക്ക് അത് അംഗീകരിച്ചേ പറ്റൂ. സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അജിത് കുമാറിന് ഇതോടെ ഒരു തടസ്സം മാറിക്കിട്ടി. കവടിയാറിലെ ഭൂമി ഇടപാട് ഉൾപ്പെടെ PV അൻവറിന്റെ ആരോപണങ്ങളിൽ തെളിവില്ലെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തൽ. അതെല്ലാം നമുക്കറിയാവുന്നതാണല്ലോ, കവടിയാറിലെ ഭൂമി സംബന്ധിച്ചുള്ളതും എന്തൊക്കെയാണെന്നുള്ളതും എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ മാസം 12-നാണ് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള പട്ടിക തയ്യാറാക്കുന്നതിനിടെ തിടുക്കപ്പെട്ടാണ് സർക്കാർ വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിച്ചത്. RSS നേതാക്കളുമായി ADGP രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയെങ്കിലും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. മുഖ്യമന്ത്രി എപ്പോഴും അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടുകൾ മാത്രമേ സ്വീകരിക്കൂ, ഇനിയും സ്വീകരിക്കത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഒക്കെ വലിയ അപകടം സംഭവിക്കും. സ്വത്ത് സംഭാവന കേസിലെ വിജിലൻസ് റിപ്പോർട്ട് കോടതിയിൽ എത്താതിരിക്കാനും ശ്രമം നടന്നു. ADGP P. വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിൽ അജിത് കുമാറിന്റെ പേരിൽ കേസെടുക്കാമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടും സർക്കാർ അവഗണിച്ചിരിക്കുകയാണ്. ഇതിൽ നടപടിയുണ്ടായാൽ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് തടസ്സമുണ്ടാകുമായിരുന്നു. അജിത് കുമാറിന് നേരെ ആരോപണമുയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഈ നടപടികളും. അതായത് തൃശൂർ പൂരം കലക്കൽ ആരോപണത്തിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല. അപ്പം ഇതെല്ലാം തന്നെ നമുക്ക് അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുഖ്യമന്ത്രി അജിത് കുമാറിനെ എത്രമാത്രം സംരക്ഷിക്കുന്നു, അജിത് കുമാറിന് എന്തെല്ലാം രഹസ്യങ്ങൾ മുഖ്യമന്ത്രിയുടേത് അറിയാം, അത് ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ, അജിത് കുമാറിനെ പിണക്കിയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ, അതല്ലേ PV അൻവർ എന്തെല്ലാം ആരോപണങ്ങളുമായി വന്നിട്ടും PV അൻവറിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത്. അജിത് കുമാർ കാണിക്കുന്നത് അറിയാമല്ലോ. അജിത് കുമാറിൻ്റെ നമ്മൾ മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങളുമായി ചെന്ന് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ 100 ഇരട്ടി ധാർഷ്ട്യമാണ് അയാൾക്ക്. നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കും, ഇനി എന്തിനു ചോദിക്കാനുണ്ടോ?